തെളുതേളെ പൂമാന പന്തലി ലല്ലോ അണിയാണി അണിയാളെ ഉഴുത് മാറിച്ചേ മണ്ണീനെ മാറോട് ചേർത്തു പീഡിച്ചേ അന്യരല്ലാത്തോരു കൂടും മച്ചേ കണ്ണൂർ വന്നതിനു ശേഷം ആദ്യമായിട്ടാണ് പൊട്ടൻ തെയ്യം കാണുന്നത്. തെയ്യക്കോലങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും പൊട്ടൻ തെയ്യം സത്യത്തിൽ വലിയ രീതിയിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സുഹൃത്തായ അരുണിന്റെ ഞെക്ലിയിലെ പലേരി വീട്ടിലെ തറവാട്ടിൽ നടന്ന തെയ്യത്തിനാണ് പൊട്ടൻ നിറഞ്ഞാടിയത്. ഉറക്കെ സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അട്ടഹസിക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ദേവതാ സങ്കല്പങ്ങളാണ് തെയ്യങ്ങൾ. അവയുടെ ആട്ടത്തെ തെയ്യാട്ടമെന്നും വേഷത്തെ തെയ്യക്കോലം എന്നും പറയുന്നു. കുറെ അധികം കോലങ്ങളുണ്ട് വടക്കൻ മലബാറിൽ. ഓരോ വിഭാഗത്തിന്റെയും തറവാടുകളുടെയും കാവുകളുടെയും പ്രത്യേകം കോലങ്ങൾ. 500-ലധികം കോലങ്ങളുണ്ടെന്നു പറയപ്പെടുന്നു. ഓരോ തറവാടിന്റെയും കാവൽ ദൈവങ്ങൾ, ക്ഷേത്രങ്ങളിലെ ദേവതാ സങ്കല്പങ്ങൾ, വീരപുരുഷന്മാർ എന്നിങ്ങനെ പല കോലങ്ങളുണ്ട്. വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കുഴക്കുന്ന ഒരാളെ നമ്മൾ പൊട്ടനെന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിവാക്കാറുണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നതുകൊണ്ടായിരിക്കാം ശൈവശക്തിയുള്ളതായി കണക്കാക്കുന്ന ഈ തെയ്യത്തിനു പൊട്ടനെന്ന പേര് വന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള തോറ്റം പാട്ട് നടക്കുകയാണിവിടെ. ഇതിനുശേഷം പുലർച്ചെയോടെയാണ് തെയ്യം കളത്തിലിറങ്ങുക. പുലർച്ചെ 4 മണിയോടെ കോലധാരി തെയ്യക്കോലം കെട്ടാൻ തുടങ്ങി. കോലം കെട്ടിയതിനുശേഷം തെയ്യം, പുലപൊട്ടൻ, പൊട്ടൻ തെയ്യം, പെണ്ണ തെയ്യം എന്നിങ്ങനെ പലതരം ഭാവങ്ങളിലേക്കു മാറുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ആദ്യം പുലപൊട്ടനായും പിന്നീട് ശിവസാന്നിധ്യമുള്ള പൊട്ടൻ തെയ്യമായും അവസാനം പാർവതി ദേവിയുടെ സാന്നിധ്യമുള്ള പെണ്ണ തെയ്യമായുമൊക്കെ മാറുന്ന കാഴ്ചകൾ കാണാം. പൊട്ടൻ തെയ്യത്തിനു വിശ്രമിക്കാനുള്ള കനൽ കൂമ്പാരമാണ് ഇവിടെ ഒരുങ്ങുന്നത്. തോറ്റം നടക്കുന്ന സമയത്തുതന്നെ പുളിമരം, ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും. രാവിലെ 4 മണിയാകുമ്പോഴേക്കും, അതായത് തെയ്യം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഇവ ഏകദേശം കത്തി കനലായി തീർന്നിട്ടുണ്ടാകും. പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനലിലും മാറി മാറിയിരിക്കുകയും കിടക്കുകയുമൊക്കെ ചെയ്യും. കത്തുന്ന തീയിലിരിക്കുമ്പോഴും കുളിരണ്, വല്ലാതെ കുളിരണ് എന്നാണ് പൊട്ടൻ തെയ്യം പറയാറ്. പൊട്ടൻ തെയ്യത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ശ്രീ പരമേശ്വരൻ ചണ്ഡാല വേഷധാരിയായി ശ്രീ ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരവൃത്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണിതെന്നാണ് പൊട്ടൻ തെയ്യവുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ചു പോരുന്ന ഐതിഹ്യം. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നുവെന്നും കള്ളും ഇറച്ചിയും കഴിക്കുകയും ബ്രഹ്മണ്യത്തിലെ അനാചാരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സംസാരിക്കുകയും ചെയ്ത ആളാണ് പൊട്ടൻ എന്ന് പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ. മറ്റു ചില കൂട്ടർ പറയുന്നത് ബ്രഹ്മണ്യത്തിന്റെ ചെയ്തികളെ വിളിച്ചു പറഞ്ഞ അവർക്കെതിരെ മാന്ത്രിക ശക്തിയും മായയും കാണിച്ച ആലങ്കാരൻ എന്ന അടിമ ആണ് പൊട്ടൻ എന്നും ഐതിഹ്യങ്ങളുണ്ട്. ശിവചൈതന്യമാണത്രേ പൊട്ടൻ തെയ്യം. സർവജ്ഞ പീഠം കയറുവാൻ പോയ ശങ്കരാചാര്യരുടെ അഹങ്കാരം തീർക്കുവാൻ പൊട്ടൻ സകുടുംബം ശങ്കരാചാര്യരുടെ മാർഗമധ്യേ എത്തിയെന്നും ശങ്കരാചാര്യരെ ജാതി ഐക്യത്തിൽ നിന്നും മുട്ടുകുത്തിച്ചു എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. വഴി മാറി നടക്കുവാൻ ആവശ്യപ്പെട്ട ശങ്കരാചാര്യരോടായി പൊട്ടൻ ചൊല്ലിപ്പാടിയ പാട്ടിൽ ശങ്കരാചാര്യരുടെ ജാതി ബോധത്തിന് മാറ്റം വന്നു എന്നും പറയപ്പെടുന്നു.
നാങ്കളെ കൊത്തിയാലും ഒന്നല്ലോ ചോര, നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലോ ചോര, അവിടേക്കു നാങ്കലും നീങ്ങളുമൊക്കും പിന്നെന്തിനീ ചൊവ്വരെ പിശക്കുന്നു. പൊട്ടന്റെ ശ്ലോകം കേട്ട് സർവജ്ഞ പീഠം കീറുവാൻ യാത്ര തിരിച്ച ശങ്കരന്റെ ഉള്ളിൽ അവസാനമായി ബാക്കി നിന്ന ജാതി മേൽക്കോയ്മ ഇല്ലാതായി എന്നാണു ഈ ഐതിഹ്യം പറഞ്ഞു വെക്കുന്നത്. പൊട്ടനായി ശങ്കരാചാര്യർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ശിവഭഗവാനാണെന്നും ശിവന്റെ മറ്റൊരു മൂർത്തിഭാവമാണ് പൊട്ടനെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പുലപൊട്ടന്റെ ആട്ടമാണ് ഇപ്പോ നടക്കുന്നത്. ഇതിനുശേഷം പുലപൊട്ടന്റെ മുഖാവരണം അഴിച്ചുവെച്ച് പൊട്ടന്റെ മുഖാവരണം അണിയുന്നതോടെയാണ് പൊട്ടൻ തെയ്യമായി മാറുന്നത്. ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്നു വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ് ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത്. എല്ലാ ജാതിയിലും ഉള്ളവർ പൊട്ടൻ തെയ്യക്കോലത്തെ വിശ്വസിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വ്യത്യസ്തത കൂടിയാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ ജാതികളിലും പൊട്ടൻ കോലത്തെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മലയൻ, പുലയൻ, ചിറവൻ, പാണൻ തുടങ്ങി പല സമുദായക്കാരും പൊട്ടൻ തെയ്യത്തെ കെട്ടാറുണ്ട്. തീയിൽ വീഴുന്ന പൊട്ടനും തീയിൽ വീഴാത്ത പൊട്ടനും എന്നിങ്ങനെ രണ്ടു തരം പൊട്ടൻ തെയ്യങ്ങളാണ് ഉള്ളത്. ഇവിടെ തീയിൽ വീഴുന്ന പൊട്ടൻ തെയ്യത്തെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഏകദേശം 45 മിനിറ്റ് നേരത്തെ പുലപൊട്ടന്റെ ആട്ടത്തിനുശേഷം ഇനി പൊട്ടൻ തെയ്യത്തിന്റെ വരവാണ്. സാധാരണ തെയ്യങ്ങൾക്ക് കണ്ടുവരാറുള്ള മുഖത്തെഴുത്ത് ഈ തെയ്യത്തിനില്ല. പകരം മുഖത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയ മുഖാവരണം അണിയുകയാണ് പതിവ്. വയറിലും മാറിലും അരി അരച്ചു തേക്കുന്നതും പതിവാണ്. ഉടലിൽ 3 കറുത്ത വരകളും ഉണ്ടാകും. തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തെയ്യത്തിന്റെ പ്രത്യേകതയാണ്. അരിച്ചാന്ത് കൊണ്ടുള്ള മാർച്ചമയവും മുഖപ്പാള ഉപയോഗിച്ചുള്ള മുഖത്തെഴുത്തും കൊയ്യോല കൊണ്ടുള്ള തിരുമുടിയുമാണ് ഈ തെയ്യത്തിന്റെ വേഷം.
തീയിലൂടെ നടക്കുന്നത് ഒരു വലിയ ഓട്ടപാച്ചിലാണ്. കൂട്ടിയിട്ട കനലുകളും കത്തിച്ചുവെച്ച ചൂട്ടുകളുമാണ് പിന്നീട് ആ കളം നിറയെ കാണുക. ഉഗ്രമൂർത്തിയായ ശിവൻ ചുടലക്കാട്ടിൽ സംഹാര താണ്ഡവമാടുന്ന പ്രതീതിയാണ് അപ്പോഴാ കളത്തിൽ തെളിയുന്നത്. തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്ത നിർവൃതിയിൽ സർവവും ചുട്ടുചാമ്പലാക്കുവാൻ പോകുന്ന പൊട്ടൻ കോലമായി പെട്ടെന്ന് രൂപം മാറുന്നു. ചുറ്റും നിൽക്കുന്ന സഹായികൾ പൊട്ടൻ കോലത്തിനൊപ്പം കളത്തിനുള്ളിൽ തന്നെ നിൽക്കും. കൂടെ തറവാട്ടിലെ മുതിർന്ന കാരണവന്മാരും. ഓരോ പ്രാവശ്യവും ഓടിത്തളർന്ന് പൊട്ടൻ കോലം വന്നു വിശ്രമിക്കുന്നത് കൂട്ടിയിട്ട ചൂട് പാറുന്ന തീ കനലിലേക്കാണ്. വെട്ടിയിട്ടതുപോലെ പൊട്ടൻ തെയ്യം ആ കനലുകളിലേക്ക് വന്നു വീഴുമ്പോൾ ചുറ്റും തീക്കനലുകൾ പാറുന്നതും ചാരും പാർക്കുന്നതും കാണാം. വെച്ച് കെട്ടലുകൾ ഒന്നുമില്ലാത്ത മുടിയും അരക്കച്ചയും മാത്രമുള്ള തെയ്യക്കോലത്തിലേക്ക് ശക്തിയായി തീക്കാറ്റും ചൂടും ആ ശരീരത്തിലേക്ക് പടർന്നു കയറുന്നത് കാണാൻ പറ്റും. പിന്നീട് സമാധാനത്തിലേക്കെത്തുകയും കാർന്നവന്മാരോടും സ്ഥാനീയരോടും കുടുംബത്തിനെക്കുറിച്ചും തറവാടിനെക്കുറിച്ചും പറയുകയും നാടിനും നാട്ടുകാർക്കും മാലോകർക്കും മൊത്തം നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് കാത്തുനിൽക്കുന്നവർക്ക് മറുപടിയും പറഞ്ഞുകൊണ്ടാണ് പൊട്ടൻ തെയ്യം കളം വിടുക. പരിഷ്കാരങ്ങളും ആർഭാടങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഇവർ എന്നും പൊട്ടന്മാരായി മാത്രം നിൽക്കും. ഇന്നും നിലനിൽക്കുന്ന ജാതീയതയ്ക്കെതിരെ പിറുപിറുത്തുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും ആർത്തു വിളിച്ചുകൊണ്ടും പൊട്ടൻ തെയ്യങ്ങൾ കളം നിറഞ്ഞാടും. എന്തൊക്കെ ചോദിച്ചാലും ഒന്നിനും മറുപടി പറയാത്ത ദൈവങ്ങളല്ല, മറിച്ചു ഇങ്ങോട്ടു കാര്യങ്ങൾ ചോദിക്കുകയും തിരിച്ചു മറുപടികൾ പറയുകയും ചെയ്യുന്ന നേരിട്ട് പ്രസാദം നൽകുന്ന ദൈവക്കോലങ്ങളാണിവർ. ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ദൈവക്കോലങ്ങൾ. പൊട്ടൻ കോലം അരങ്ങിൽ വരുന്നു എന്നതാണ് സത്യത്തിൽ എന്നെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി ഇരുത്തിക്കളഞ്ഞത്. കൂനകൂട്ടിയിട്ട തീക്കനലിലേക്ക് എല്ലാവരും നോക്കി നിൽക്കവേ പൊട്ടന്റെയും വളരെ സ്വാഭാവികമായി ചെന്ന് കിടക്കുകയാണ് ചെയ്തത്. പൊട്ടന്റെ കുരുത്തോല കൊണ്ടും പാളകീറുകൊണ്ടും കെട്ടിയ മുടിയിലും അരകച്ചയിലും ചൂട് പിടിച്ചു കുത്തിക്കയറുമ്പോഴും ചെറിയ ചിരിയുമായി രണ്ടു കൈകളും കെട്ടി കാലിന്മേൽ കാലെടുത്തു വച്ചിരിക്കുന്ന പൊട്ടൻ തെയ്യം സത്യത്തിൽ പേടിയും പ്രാർത്ഥനയും ഭയവും ബഹുമാനവും ഒക്കെയാണ് നൽകുന്നത്. മുതൽ മതിച്ച മത്തേവമ്പര് മുതല് മതിച്ചിരിക്കുന്നതായ ഗജരാജൻ വരെ സർവജീവയോനിക്കും മയോനിക്കും രക്ഷകരായിരിക്കുന്ന കൈലാസനാഥൻ, കലിദോഷനാശകനായിരിക്കുന്ന മഹാദേവൻ നിറഞ്ഞു കണ്ടോ മനസ്സ് നിറഞ്ഞോ? ഇതന്നെയാണ് എനക്ക് തരാറില്ലെന്ന് കിട്ടുക. കടക്കണ്ടതായ കണ്ണുനീര് വരുന്നത് എന്റെ കരം ഞാൻ പിടിച്ചിരിക്കുന്ന ബന്ധം കൊണ്ടാ, മനസ്സുകൊണ്ട് ഞാൻ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പരമബന്ധമല്ലേ തന്നെ, മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ബന്ധം എന്റെ തണ്ടേമാർക്ക് സകലായിരിക്കുന്ന അഭിവൃദ്ധിയും തന്ന് രക്ഷിക്കാൻ മഹാദേവനിലേക്ക് പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഏവരും ഞാൻ മുഖം കൊടുക്കട്ടെ കിട്ടുക, കണ്ടു പറയാ കാര്യങ്ങളെല്ലാം മുഖം കൊടുക്കട്ടെ കുട്ടികളോന്മാരെ. കണ്ടുവാ കൊടുത്തു, ബാക്കിയെല്ലാം ശേഷിക്കുന്നെന്ന് ഓർത്തു കൊണ്ടുപോകാം. സിരകളിലെ രക്തം തന്നെയാവും ഞാൻ കിട്ടുക. പച്ച പെൺകുടത്തിലെ ജലമെന്ന പോലെയാണ് ആയുസ്സില് ഇങ്ങനല്ലേ വറ്റിപ്പോന്നറിയാം. ഓരോ നിമിഷവും ജീവൻ വിലപ്പെട്ടതാണ് അല്ലേ. ശേഷം ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാഗ്ദവും കലർന്ന് കരം പിടിച്ച് കരകയറ്റം രക്ഷകനീതോ മനസ്സുകൊണ്ട് ആരാധിക്കുന്നതായി ശൈവ തേജസ് അഭയം പ്രാപിച്ചവർക്ക് രക്ഷകനായിരിക്കുന്ന കൈലാസനാഥനത്തൂടെ കേവലമാണ് മാട്ടറിന് തണ്ടേമാറില്ല. മാട്ടുമ്പത്തണ്ടയും പൊട്ടന്തയും ഒരു മട്ടത്തിന് അല്ല, ഇട്ടുമ്പത്തണ്ടയും പൊട്ടന്തയും ഇഷ്ടത്തിന് അല്ല. ഇട്ടുമ്പോ തണ്ടത്തുകാരെല്ലാം അതിന്റെ മേലെ കുഞ്ഞ് വീടേക്കുവാ, എല്ലാം പോയിട്ട് വാ മറ്റേ പറയേ. ശേഷം അതിലെല്ലാം എണീച്ച് പറഞ്ഞാൽ പോരെ ഒരു നിങ്ങൾക്കൊരു
ചൂട് സംഭവിക്കുന്നുണ്ടെങ്കിലും എന്റെ തൃജടയിലതായിരിക്കുന്ന ഗംഗാതീർത്ഥം കൊണ്ട് ശരീരത്തിന്റെ പക്ഷബലം കുറഞ്ഞു പോയാലും ഇഷ്ടകാലം ഇഷ്ടബന്ധുവായി കഷ്ടകാലം കൂടെ വന്ന് സംഭവിക്കാതെ എത്തുക മനസ്സ് നിറഞ്ഞോ? അഷ്ടദിക്കുപാലകരായ തെയ്യത്തിന്റെ അതായതു ശിവന്റെ 8 മക്കളെ വിളിച്ചുവരുത്തി അവരെ പ്രസാദിപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ശങ്കരാചാര്യരെ ജാതി അയിത്തതിൽ നിന്നും മുട്ടുകുത്തിക്കാൻ ചണ്ഡാലവേഷധാരിയായ ശിവനോടൊപ്പം പാർവതിയും 8 മക്കളും വന്നു എന്നാണ് ഐതിഹ്യം. കളിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മക്കൾ ആവശ്യപ്പെട്ടതെല്ലാം നൽകി അവരെ സന്തോഷിപ്പിച്ച് യാത്ര അയക്കുന്ന ആ ചടങ്ങു കണ്ടിരിക്കാൻ തന്നെ കൗതുകമാണ്. ആരാധനത്തിന് പറഞ്ഞതാണ് നമുക്ക് അറിയണ്ടേ അറിയില്ല അത് കുട്ടികളെ വന്നപാട് പൊട്ടിച്ചിട്ട് എന്നെ പോവും ജാഥയിൽ പൊട്ടിച്ചു തീർക്കാൻ അല്ല ഓനെല്ലാം വന്നിട്ട് പറഞ്ഞാൽ ഓണം പറയുമ്പോൾ അറിയണ്ടേ അവര് ഞാനവിടെ പോകുമ്പോ അവരുണ്ടാവില്ലേ മന്ത്രവാദി പോകുമ്പോ കുട്ടികളുണ്ടാവുക എന്റെ കുട്ടികൾ എന്റെ കൂടെ പോകുന്നുണ്ടാവും അല്ലേ? അവിടെ നിർത്തിയിട്ട് വരാനാവില്ല ഒറ്റക്കാക്കിട്ട് പോകില്ല. എങ്കിലും എന്റെ കൈലാസ അഷ്ടദിക്ക് ബാലകന്മാരായിരിക്കുന്ന എന്റെ കുട്ടികളും ഞാനും നീലവേഷം ധരിച്ചിട്ടേ ഉള്ളതാണ് അല്ലേ? ആ നീലവേഷം ധരിച്ചിരിക്കുന്ന അതിന്റെ പേര് വേണം. നമുക്ക് അറിയുന്നവരാണ് ദൈവത്തിൽ വിളിക്കുന്നത്. വെള്ളൻ പുള്ളൻ കേട്ടോളം കാഞ്ഞനും കാഞ്ഞില് വരുത്തൻ വിരുത്തൻ വട്ട്യം കുട്ട്യൻ ദൈവത്തിന്റെ പേരാണ്. അതെല്ലാം കണ്ട പക്ഷേ താങ്ങിപ്പിച്ചതാ അങ്ങനെ എന്റെ 8 കുട്ടികളും വന്നിട്ടില്ല. ഇനി എന്താ കൊണ്ട് ഇനി വെള്ളം കൊടുക്കാതെ കുട്ടികളെ ഇനി വെള്ളം പോണേ എന്നാ വെള്ളം കൊടുക്കാം കൊടുത്തു. ഇത് മുന്നിയാകുന്ന പറഞ്ഞില്ല. ഞാനെന്താ കൊണ്ട് എന്റെ മന്ത്രവാദിയോട് നീ പറഞ്ഞു പറഞ്ഞു ഉളുക്കല്ലേരി ആയിരിക്കൂല.
പുഴുങ്ങലേരിയായിരുന്നു ചോദിച്ചൊക്കെ എന്റെ കുട്ടികളെ ആ അരി തന്നെയാ അതേ അതേ സാധനം തന്നെ അല്ലേ അതേ അതാണെങ്കിൽ ഇതാണ് ആ സാധനം ഇത് ഏതോന്റെ അരിയാണോ ഇവ തന്നെ ഗ്രഹിച്ചിന് പറയാൻ പറ്റാത്ത എങ്ങനെ പറയും പ്രായായില്ല പ്രായായില്ല അവരെന്താ ചോദിച്ചത് ഇപ്പൊ ഞങ്ങൾ കേട്ടുവാ വിൽസിനെ കുറിച്ചല്ല എങ്ങനെയായാലും മതി അങ്ങനെ അല്ല അത് ഈ കരിയൂരത്തിന്റെ ഒരു മാറ്റമായിരുന്നു അവളാണ് നിന്നവളാ അവളായിരിക്കില്ലേ അവളായിരിക്കില്ല അതിന്റെ ഒരു അക്ഷരത്തിന് ചെറിയ മാറ്റം അവര് ആയിരിക്കും അതിലായിരിക്കും ചാരിക്കാണ് ഇത്രയും അത് ചാരിക്ക ഞാൻ അറന്ന് കീഴി വരുന്നതാണോ അതിലാന്ന് ചോദിച്ചു ദൈവം തരുന്നതാണോ നിങ്ങള് അതന്നെ ഇതന്നെ അവില് അതന്നെ അവില് അതിലെന്നെ ചോദിച്ചിരുന്നത് ഇതെങ്ങനെ കൊടുക്കണോ തോല് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്റെ ദൈവം തോലല്ല കുട്ടിയെ കൊടുക്കുന്നുണ്ട് അയ്യോ അത് അങ്ങനെ കൊടുക്കണം നൂലെല്ലാം വിളിച്ചിട്ട് കൊടുക്കാം അല്ല തോല് പുറത്ത് കളഞ്ഞിട്ട് കൊടുക്കാനാ പറഞ്ഞത് അത് തോല് കൊടുക്കാൻ പറയാ ഇതിന്റെ അതിന്നാ ഇപ്പൊ കൊടുക്കുന്നത് അതിന്റെ അതിന്റെ പഴം കൊടുക്കണം പഴം അങ്ങനെ അങ്ങനെ രണ്ടും അല്ല ഇത് കൊടുത്താലേ അയ്യോ എന്റെ ദൈവത്തിനോട് ഇല്ല ഇത് കൊടുത്ത ഏരിയാണ് ഇനി ക്ഷേത്ര മാറാടിക്കൽ ചടങ്ങാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വിളിച്ചു വരുത്തിയ പൊട്ടൻ തെയ്യത്തെ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് തന്നെ ആനയിക്കുന്ന ചടങ്ങാണിത്. ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കയറും മുൻപ് കുടുംബാംഗങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും അതിനു പരിഹാരമാർഗങ്ങൾ പറഞ്ഞുകൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് പൊട്ടൻ തെയ്യം. ഇനി സരസ്വതി വായാളം നിഷേധിക്കുന്ന എന്റെ സഹോമാർക്കോ എന്റെ മന്ത്രവാദ തണ്ടയന്മാർക്കോ എന്നോടത് കേട്ടുപിടിപ്പിക്കാനുണ്ടോ ഒരിക്കലും തർജ്ജമ പറയാനുണ്ടോ വിശേഷങ്ങളോ സന്തോഷങ്ങളോ സങ്കടങ്ങളോ നിങ്ങളുടെ നിത്യജീവിതത്തിന് മുടക്കുണ്ടാ ഇല്ലല്ലോ സന്തോഷങ്ങളേ ഉള്ളൂ പറയാൻ വേണ്ടി ആക്ഷേപപാത്രത്തിന് ഇടവരുത്താതെ എന്റെ മന്ത്രവാദ തണ്ടയുടെ കവത്തികൾ തിരിച്ചേൽപ്പിച്ചു കിട്ടുക പ്രഭാത സന്ധ്യ കഴിഞ്ഞു. ഇനി ഞാൻ ഈ ദീപം സാക്ഷിയായിട്ട് മറഞ്ഞു നിൽക്കാം മഹാദേവൻ. ഏവരോടും എന്റെ ഭക്തന്മാരോട് ഏവരോടും വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും ഇതെന്തെങ്കിലും പോകുമ്പോ കൊണ്ടുപോകാനാവുക
അവ വന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ പോകുന്ന ഒരു ദിവസം ഉണ്ടാവില്ലേ? അല്ലേ മന്ത്രവാദി? വന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പോകുന്നൊരു ദിവസം ഉണ്ടാവും. ഞാനെന്നാ തരണ്ട അത്ര വിലക്ക്. അഭിമാനത്തോടെ എൻ്റെ ഭക്തന്മാർക്ക് ഒരു പുരുഷായുസ് മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കാൻ ഈ മഹാദേവനെ അല്ലേ? ഞാൻ ശഭഭസ്മ വിലേപെന്നാണ് എൻ്റെ മന്ത്രവാദി. ശഭഭസ്മ വിലേപെന്നായിരിക്കുന്ന എങ്ങനെയാണെന്ന് ഭസ്മ എൻ്റെ മന്ത്രവാദിമാരും എൻ്റെ ഭക്തന്മാരെല്ലാം എങ്ങനെയാ ഒരിക്കലും ഹരിച്ചും ജപിച്ചും ഗിരീശ സ്വരൂപം സ്മരിച്ചും വസിക്കുന്ന മർത്യൻ മരിച്ചാൽ നമശിവായെന്നിരിക്കുന്ന പഞ്ചാക്ഷരം ഇന്ന് ജീവിപ്പാറാവട്ടെ. പറഞ്ഞു നിൽക്കട്ടോ ഞാൻ. ഇനി കാണുന്നവരൊക്കെ വല്ലം ചില്ല മഹാവ്യാധികളോ ദുരിതങ്ങളോ വരുത്താതെ ഞാൻ മറഞ്ഞു നിൽക്കട്ടെ. പൊട്ടൻ തെയ്യം ക്ഷേത്രത്തിലേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുന്നു. ഇനിയാണ് പാർവതി ദേവിയുടെ സാന്നിധ്യമുള്ള പെണ്ണുതെയ്യത്തിന്റെ വരവ്. പാർവതി ദേവിയോടുള്ള ആദരമായിട്ടാണ് ഈ ചടങ്ങു നടത്തുന്നത്. ഇതോടുകൂടെ ഈ പൊട്ടൻ തെയ്യം കളിയാട്ടം അവസാനിക്കും. നാടിന്റെ ഉത്സവങ്ങളാണ് തെയ്യങ്ങൾ. എപ്പോഴൊക്കെയോ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുന്ന ജാതീയതയ്ക്കു മുന്നിലേക്കാണ് ചൂട്ടുകെട്ടകളും തീക്കനലുകളും ഒക്കെയായി പൊട്ടൻ തെയ്യം നിറഞ്ഞാടുന്നത്. ഇന്ന് തെയ്യങ്ങൾ ഒരു കൂട്ടായ്മയുടെയും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമായി മാറിയിരിക്കുന്നു. ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു മാറിയിരിക്കുന്നു. കാലങ്ങളായി തുടർന്നു വരുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഇന്നും തുടരുന്ന ഇവർ തുളുനാട്ടുകാർ കോലങ്ങൾക്കുള്ള പറനിരക്കലുകളുടെയും ചമയങ്ങൾ ചെയ്യുന്നതിന്റെയും ഒക്കെ തിരക്കിലാണ്. കാരണം ഇത് തെയ്യങ്ങളുടെ സമയമാണ്. ആഘോഷത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും സമയമാണ്.